അതായത് അദ്ദേഹം KPC ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല കോർ കമ്മിറ്റിയുടെ കാര്യം നോക്കാൻ. അതുകൊണ്ട് ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതല്ലാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് ആരും രാജിവെക്കില്ല. കാരണം KPC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് കോർ കമ്മിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കോർ കമ്മിറ്റിയാണ്, അതുകൊണ്ട് അത് നോക്കാൻ ഇനി സമയമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. അതല്ലാതെ ഇതുവരെ സ്വീകരിച്ചിട്ടൊന്നുമില്ല. നിയമ സജ്ജീകരണം കൊടുത്തത് 100% ശരിയാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. യുവാക്കൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ കോർപ്പറേഷനത്തെ വോട്ടറായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സീറ്റ് കൊടുക്കണ്ടേ? അത് ഒരുപാട് മർദ്ദനേറ്റിട്ടുള്ള ആളാണ് ഈ നിയമ സജീർ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ BJPക്കാരെ എന്നെ തടഞ്ഞപ്പോൾ മുമ്പിൽ നിന്ന് അവരെ ഇന്ന് തല്ലു വാങ്ങിയ ആളാണ്, അല്ലെങ്കിൽ എന്നെ തല്ലാനാ വന്നത്. അങ്ങനെ ഒരു ജില്ലാ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരന് സീറ്റ് കൊടുക്കണ്ടെന്ന് ആരെങ്കിലും പറയുമോ? അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയും മാറുന്ന പ്രശ്നമില്ല. ഞങ്ങൾ എന്തെല്ലാം പ്രതിബന്ധനങ്ങളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. ആരും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കില്ല. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശക്തമായി മുന്നോട്ട് പോകും.